Okay. You can unmute yourself. Okay, shall we start the class? Okay, we are reaching. We completed the first paragraph in 14 page. Page number 14. ഒന്നാമത്തെ paragraph നമ്മൾ finish ചെയ്തല്ലേ ആൻമരിയ? Okay. After that, after I had been batting for half an hour, the gully did the danda once. Now, our Premchand and our Gaya are playing gulli danda, and who is batting here, and Maria? Here our Premchand is batting, right? Premchand is batting and Gaya is in fielding. Okay. After I had been batting for half an hour, അരമണിക്കൂർ ഞാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ? ആരാണ് കഴിഞ്ഞ പണ്ട് ആരായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്? നമ്മുടെ ഗയയായിരുന്നു അല്ലേ? ഇന്ന് ആരാണ് ബാറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രേംചന്ദ് ആണ് അല്ലേ? He is batting for half an hour. അരമണിക്കൂറോളം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. The gully did hit the danda once. ഗുള്ളി എന്ത് ചെയ്തു? ആ ഡണ്ടയിൽ ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്തു, അടിച്ചു. But I refused to acknowledge the fact. I refused. Refused means നിഷേധിക്കുക, എതിർക്കുക. Refused means നിഷേധിക്കുക അല്ലെങ്കിൽ എതിർക്കുക. മീനിങ് അറിയില്ലേ മക്കളെ? മീനിങ് എഴുതിയെടുക്കാം. But I refused. പക്ഷേ I refused to acknowledge the fact. അല്ലേ? ആ fact acknowledge ചെയ്യാൻ. ഞാൻ acknowledge ചെയ്യാൻ means സമ്മതിക്കാൻ. ഓക്കെ, എനിക്കറിയാം അല്ലേ? ആ ഗുള്ളി ഡണ്ടനെ ഹിറ്റ് ചെയ്തു. ഇനി എന്റെ ഊഴം കഴിഞ്ഞു അല്ലേ? എന്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഫീൽഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ? പക്ഷെ ഞാൻ എന്ത് ചെയ്തു? I refused to the fact. അല്ലേ? ഞാൻ ആ ഫാക്ട്, ആ ഗുള്ളി ഡണ്ടനെ ഹിറ്റ് ചെയ്തു എന്ന ആ ഒരു കാര്യം ഞാൻ അവനോട് നിഷേധിച്ചു. ഷോൺ ഷാദിന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? I refused to acknowledge the fact. Surprisingly, Gaya did not argue. പണ്ടത്തെ ഗയ ആണെങ്കിൽ എന്ത് ചെയ്യും? പുറത്തിട്ട് ഒരു അടിയും കൊടുത്തിട്ട് പറയും ഇത് എന്റെ ടേൺ ആണ് അല്ലെ, ഞാനാണ് കളിക്കുക. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്? Surprisingly, Gaya did not argue. ഒരു ആർഗ്യുമെന്റിനും വന്നില്ല, സമ്മതിച്ചു കൊടുത്തു. ഓക്കെ, ഡണ്ടനെ ഹിറ്റ് ചെയ്തില്ല, എന്റെ ഗുള്ളി നിന്റെ ഡണ്ടനെ ഹിറ്റ് ചെയ്തില്ല, നീ കളിച്ചു എന്നുള്ള മീനിങ്ങില് surprisingly Gaya did not argue. Had we been children, Gaya would have climbed on my back by now and never allowed me to get away with such deceit. Deceit means what? Deceit എന്ന് പറഞ്ഞാൽ എന്താണ്? Deceit means തട്ടിപ്പാണ് അല്ലേ? തട്ടിപ്പാണ്. Deceit means തട്ടിപ്പ്, കണ്ണിങ്. Okay. Had we been children, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് Gaya would have climbed on my back by now and never allowed me to get away with such deceit. പണ്ടാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ എന്റെ പുറകിൽ കയറി ഇരിക്കുവായിരുന്നല്ലേ? Gaya would have climbed on my back by now. നോക്ക്, പണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ചതി അവനോട് ചെയ്തിരുന്നതെങ്കിൽ അവൻ എന്നെ ഒരിക്കലും കളിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഈ ചതി ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു. അവന്റെ പുറത്ത് കയറി തന്നെ ഇരിക്കുവായിരുന്നു. But now it was the easiest thing to make a fool of him. പക്ഷേ ഇപ്പോൾ, but now it was easiest thing അല്ലെ? ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്താണ്? അല്ലെങ്കിൽ അവനെ ചതിക്കുക, അല്ലെങ്കിൽ അവനെ പതിച്ച് എന്റെ കളി, എന്റെ ടേൺ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ എളുപ്പമായ കാര്യമാണ്. But now it was the easiest thing to make a fool of him. അവനെ വിഡ്ഢിയാക്കുക എന്നുള്ള കാര്യം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. He had forgotten everything. അവന് എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുന്നു. പണ്ടത്തെ കാര്യങ്ങളെല്ലാം അവൻ ഇപ്പോൾ മറന്നിരിക്കുന്നു. After a minute, the gully hit the danda again, and this time as loudly and unmistakably as a pistol shot. After a minute, ഒരു മിനിറ്റിന് ശേഷം, after a minute, the gully hit the danda again. ആ ഗുള്ളി ആ ഡണ്ടനെ ഒരു പ്രാവശ്യം കൂടി ഹിറ്റ് ചെയ്തു. At this time, ഈ സമയം, as loudly, ഒച്ചത്തില്, as loudly and unmistakably as a pistol shot. നമുക്ക് പിസ്റ്റൽ ഷോട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല മക്കളെ. നമ്മുടെ ഗുള്ളി ഡണ്ടന്റെ
എന്തോ ഒരു കാര്യമാണ്, നമുക്കത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലല്ലോ. After a minute, the gully hit the danda again, and this time as loudly and unmistakably as a pistol shot. It hit. അപ്പൊ നമ്മുടെ ഗയ പറഞ്ഞു, ഓക്കെ, it hit. ഇത് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗയ സന്തോഷത്തോടെ പറയാണ്. ഇനി അവന്റെ ടേണല്ലേ വരേണ്ടത്, ഗയന്റെ ടേണല്ലേ വരേണ്ടത്, ഗയല്ലേ ബാറ്റ് ചെയ്യേണ്ടത്. It hit. ഗയ declared joyfully. സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു അല്ലെ, it hit. Did it? അപ്പൊ നമ്മുടെ പ്രേംചന്ദ് ചോദിക്കാണ്, did it? അടിച്ചോ, അങ്ങനെ ചെയ്തോ? I said, pretending to look very puzzled. അപ്പൊ എനിക്കറിയാം, നമ്മുടെ പ്രേംചന്ദിന് അറിയാം അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അവന്റെ ടേൺ ആണെന്ന് അറിയാം. എന്നാലും അവനെ ഒരു പസിൽ ചെയ്യാൻ വേണ്ടി, കുഴപ്പത്തിലാക്കാൻ വേണ്ടിട്ട് ചോദിക്കാണ്, did it? I pretended to look very puzzled. ഞാൻ ഭയങ്കര, നമ്മൾ ചിലപ്പോ എന്തെങ്കിലും കുർത്തക്കട കാണിച്ചിട്ടാകുമ്പം അമ്മ ചോദിക്കരുത് നീയാണ് ചെയ്തതെന്ന് ചോദിക്കും അല്ലെ. നമ്മളിങ്ങനെ നിന്ന് കുഴങ്ങി കളിക്കും, അല്ല നമ്മളല്ല, പക്ഷെ അമ്മയ്ക്ക് അറിയാം അല്ലെ, നമുക്കറിയാം നമ്മൾ തന്നെയാണ് ചെയ്തത് അല്ലെ. എന്നാൽ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും, അല്ലാത്ത പോലെ പ്രിറ്റൻഡ് ചെയ്യും, അഭിനയിക്കും. ഡിഡ് ഇറ്റ്? ഇത് അവിടെ ഹിറ്റ് ചെയ്തോ? I said pretend to look very puzzled. ഒന്ന് കുഴങ്ങിയതുപോലെ ചോദിച്ചു, അറിയാത്ത പോലെ ചോദിക്കാണ്. I didn't see it hit. ഞാനിത് കണ്ടിട്ടില്ല, ഞാൻ ആ ഡണ്ടനെ ഗുള്ളി ഹിറ്റ് ചെയ്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ പ്രേംചന്ദ്. But it made a loud noise. പക്ഷെ ഭയങ്കര വലിയ സൗണ്ട് കേട്ടില്ലേ, ഗുള്ളി ഡണ്ടനെ അടിക്കുന്ന സൗണ്ട് കേട്ടില്ല. But it made a loud noise. Gaya protested. Gaya എന്ത് ചെയ്തു? എതിർത്തു. Gaya protest means എതിർത്തു, refused. മീനിങ് അറിയില്ലെങ്കിൽ എഴുതി വെക്കണേ. Perhaps, ഒരു പക്ഷേ, perhaps ഒരു പക്ഷേ, it hit a brick, I said. ഒരു പക്ഷെ അത് എന്ത് ചെയ്യാം, ഒരു ബ്രിക്കിന് പോയി അടിച്ചായിരിക്കാം. ബ്രിക്ക് മീൻസ് വാട്ട്? ഇഷ്ടികയാണ് അല്ലെ, ബ്രിക്ക്. Perhaps it hit a brick. ഒരു പക്ഷേ അത് ഇഷ്ടികക്ക് പോയി അടിച്ചതായിരിക്കാം, അല്ലാതെ എന്റെ ഡണ്ടനെ പോയി അടിച്ചതൊന്നുമല്ല. ഇതൊരു പക്ഷെ എന്തായിരിക്കാം, എന്റെ ആ ഒരു ഇഷ്ടികനെ പോയി അടിച്ചതായിരിക്കാം. Even I was amazed at the extent of my tampering with the truth. But Gaya and I had seen as well as heard the gully hitting the danda. Tampering means what? Tampering means അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല അനാവശ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള മീനിങ്. ടാമ്പറിംഗ്. ഈവൻ ഐ വാസ് അമൈസ്ഡ്. ഞാൻ പോലും അമൈസ്ഡ് ആയി പോയി. എന്തിനാ അമൈസ്ഡ് ആയത്? ഈവൻ ഐ വാസ് അമൈസ്ഡ് അറ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് മൈ ടാമ്പറിംഗ് വിത്ത് ദ ട്രൂത്ത്. ഞാൻ തന്നെ okay, even I was amazed too. Even I was amazed at the extent of my tampering with the truth. Both Gaya and I had seen as well as heard the gully hitting the danda, but he accepted my preposterous suggestion about this brick. Noka? Even I was amazed at the extent of my tampering with the truth. എനിക്ക് പോലും അമൈസ്ഡ് ആയി പോയി അല്ലെ, ഞാൻ പോലും അമൈസ്ഡ് ആയി പോയി. എന്തിനു വേണ്ടിട്ടാ? എന്തിനാ അമൈസ്ഡ് ആയത്? ഒരു സത്യം മറച്ചു വെച്ചിട്ട് ഇത്രയും അവനെ കുഴപ്പത്തിലാക്കുന്നത് എനിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള അർത്ഥത്തില് ഈവൻ ഐ വാസ് അമൈസ്ഡ്, എനിക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്നാലോചിച്ച് ഞാൻ പോലും അമൈസ്ഡ് ആയി പോയി. Both Gaya and I had seen as well as heard the gully hitting the danda. ഗയയും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട് അല്ലെ, സൗണ്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഗുള്ളി ഡണ്ടനെ ഹിറ്റ് ചെയ്യുന്ന സൗണ്ടും കേട്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ എന്ത് പറയാണ്, ഇത് ബ്രിക്കിന് പോയിട്ട് ഇടിച്ചതാണ് അല്ലെ, അല്ലാണ്ട് എന്റെ ഡണ്ടനെ പോയി ഇടിച്ചതല്ല. But he accepted my preposterous suggestion about the brick. Means senseless, laughable. അല്ലെ, എന്റെ ഇത്രയും ട്രിക്കി ആയിട്ടല്ല, ഞാൻ എത്ര ട്രിക്കി ആയിട്ടാണ് കളിക്കുന്നത്, എന്റെ ചിരിക്കാൻ പാകത്തില്ല. കുഞ്ഞു കുട്ടികൾ വരുന്നല്ലേ, ഇല്ല ഇതെന്റെ ഡണ്ടനെ ഇടിച്ചിട്ടില്ല, ഇതാ ബ്രിക്കിന് പോയിട്ട് ഇടിച്ചതാണെന്ന് പറയാണ്, കുഞ്ഞു കുട്ടികളെ പോലെ. എന്നിട്ട് നമ്മുടെ ഗയ, he accepted his laughable suggestion about the brick. ആ ഇഷ്ടികനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ
ഗയ അതും സമ്മതിച്ചു കൊടുക്കാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഉണ്ടോ? Okay then. I began batting again, but now I was feeling sorry for Gaya, the simpleton. Okay, ശ്രദ്ധിക്കുക. I began batting again. ഞാൻ എന്ത് ചെയ്തു? അവനെ പറ്റിച്ചിട്ട് പിന്നെയും ബാറ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു. But now, പക്ഷെ ഇപ്പോ I was feeling sorry for Gaya. ഇപ്പൊ എനിക്ക് എന്ത് തോന്നുന്നുണ്ട്? ഗയനോട് സങ്കടം തോന്നുന്നുണ്ട് അല്ലെ? 2-3 പ്രാവശ്യം ഞാൻ പറ്റിച്ചു അവനെ. I was feeling sorry for Gaya. The simpleton means fool. ഗയൻ എന്തായിട്ടാ കാണിക്കുന്നത്? ഫൂൾ ആയിട്ട് കാണിക്കുന്നത് അല്ലെ? കാരണം എന്താ? ഞാൻ പറയുന്നതെല്ലാം സമ്മതിച്ചു തരുന്നുണ്ട് അല്ലെ? നമ്മുടെ ഗുള്ളി ഡണ്ടേനെ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ പറഞ്ഞത്? No, it was hit by that brick. He also agreed with that fact. So when he hit the danda for the 3rd time, I graciously allowed him to bat. മൂന്നാമത്തെ പ്രാവശ്യവും നമ്മുടെ ഗുള്ളി ഡണ്ടേനെ ഹിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പ്രേംചന്ദ്രന് ഒരു സങ്കടം തോന്നി അല്ലെ ഗയനോട്? എന്നിട്ട് പറഞ്ഞു I graciously allowed him to bat. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ അവനെ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചു. എന്താ അറിയാ? What happened to you? Okay. Yes, ഒരു call. Should we not continue the game tomorrow? Asked Gaya. എന്നിട്ട് എന്ത് ചോദിക്കാണ് നമ്മുടെ ഗയ? Should we not continue the game tomorrow? നാളെ നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നില്ലേ അല്ലെ? നാളെ നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? Asked Gaya. Ashik, page number 14. Page number 14. Okay. Next side. Here. Can you see this? We are discussing this paragraph. Should we not continue the game tomorrow? നാളെ നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? Asked Gaya. It's getting dark. Now the time is late. It's getting dark. അല്ലേ? രാത്രിയാവാൻ വേണ്ടി തുടങ്ങി, ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങി. No, I said, not wanted to give him a chance to play good long innings following day. എന്നിട്ട് നമ്മുടെ പ്രേംചന്ദ് നോക്കിയേ, പ്രേംചന്ദ് പറയണേ no, ഇല്ല നാളെ നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം എന്താ നോക്ക്? I said, not wanted to give him a chance to play good long innings the following day. എന്തുകൊണ്ടാ നാളെ കളിക്കാത്തെന്ന് അറിയോ? പ്രേംചന്ദിന് പോകണ്ടോന്നല്ല. എന്തുകൊണ്ടാ നോക്ക്? കുശുമ്പ് കൊണ്ടാണ്. പറയാനേ I said, not wanted to give him a chance to play good. നാളെ അവൻ നന്നായിട്ട് കളിക്കാൻ അവന് ഞാൻ ചാൻസ് കൊടുക്കില്ല. ഇന്ന് അവൻ വളരെ മോശമായിട്ടാണ് കളിച്ചത് അല്ലേ? നാളെ അവന് സൂപ്പർ ആയിട്ട് കളിക്കാൻ വേണ്ടി ഞാനായിട്ട് ഒരു ചാൻസ് കൊടുക്കുന്നില്ല. നാളെ നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നില്ല. Gaya started batting, but very poorly. In a few minutes, he was out. Gaya started batting. അത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? Gaya started batting. Gaya batting start ചെയ്തു. But very poorly. പക്ഷേ നോക്ക്, in a few minutes he was out. വളരെ ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെ ഏതാനും മിനിറ്റുകൾക്കകം he was out. അദ്ദേഹം ഔട്ട് ആയി പോയി. You can bat again if you like, I said generously. അപ്പൊ ഞാൻ എന്ത് പറയാണ്? പ്രേംചന്ദ് പറയണേ you can bat again if you like. നിനക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് ഇനിയും ഒന്നുകൂടി നീ ബാറ്റ് ചെയ്തു നമ്മുടെ പ്രേംചന്ദ് പറഞ്ഞു. I said generously. Generously means what? Generously means what? പറ. ഉദാര മനസ്കനായിട്ട് പറയാണ് അല്ലേ? പറയാണ് I said generously. You can bat again if you like. നിനക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നുകൂടി ബാറ്റ് ചെയ്യാം. No, he said. It's really getting dark now. No, വേണ്ട. ഇപ്പൊ ഗേ പറയാണ് വേണ്ട, എനിക്ക് ഇനി ഒന്നും കൂടി ബാറ്റ് ചെയ്യണ്ട. It's really getting dark now. നല്ലോണം ഇരുട്ടാവാൻ തുടങ്ങി, നമുക്ക് പോവാന്നുള്ള മീനിങ്ങിൽ പറയാണ്. Next paragraph. We drove back to the town as darkness fell and lamps were being lit. Lit means പ്രകാശിക്കുക. Lit. L-I-T, lit. പ്രകാശിക്കുക. We drove back to the town as darkness fell and lamps were being lit. നമ്മൾ എന്ത് ചെയ്തു? പിന്നെയും ടൗണിലേക്ക് തന്നെ. ടൗണിൽ നിന്നും 3 kilometers away ആയിരുന്നില്ലേ ഇവിടെ ഗുള്ളിഡണ്ട കളിച്ചോണ്ടിരുന്നത്? പിന്നെയും ഇരുട്ടാവാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഗയയും പ്രേംചന്ദും കൂടി ടൗണിലേക്ക് തിരിച്ചുപോയി. We drove back to the town as darkness fell. Darkness നല്ലോണം
വരാൻ തുടങ്ങി. ലാംപ്സ് were being lit. എന്ത് ചെയ്തു? സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ നമ്മുടെ ടൗണിലൊക്കെ ലൈറ്റ്സ് എന്ത് ചെയ്തു? ലിറ്റ് ചെയ്യാൻ തുടങ്ങി, പ്രകാശിക്കാൻ തുടങ്ങി. ബിഫോർ ലീവിംഗ് മീ ഗയ സെഡ്, ബിഫോർ ലീവിംഗ് മീ, എന്റെ അടുത്ത് നിന്നും ഗയ പോകാനായപ്പോൾ ഗയ പറഞ്ഞു, ഗയ സെഡ് there will be a gulli danda match here tomorrow. There will be a gulli danda match here tomorrow. നാളെ ഇവിടെ എന്തുണ്ട്? ഒരു ഗുള്ളി ഡണ്ട മാച്ച് ഉണ്ട് അല്ലേ? നാളെ ഇവിടെ ഒരു ഗുള്ളി ഡണ്ട മാച്ച് ഉണ്ട്. There will be a gulli danda match here tomorrow. നാളെ ഇവിടെ ഗുള്ളി ഡണ്ടയുടെ ഒരു മാച്ച് ഉണ്ട്. All the players will play. ആരൊക്കെയാണ് കളിക്കുന്നത്? All the players will play. പഴയ കളിക്കാരൊക്കെ കളിക്കാൻ വേണ്ടി വരും. Will you come? നാളെ നിനക്ക് വരാമോ? ഗയ നമ്മുടെ പ്രേംചന്ദ്രനോട് ചോദിക്കുകയാണ്, നമ്മുടെ സർക്കാരിനോട് ചോദിക്കുകയാണ്, will you come tomorrow? നാളെ നിനക്ക് വരാൻ കഴിയുമോ? Fix the time and I will tell the others. ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് മറ്റുള്ളവരോട് പറയാം. Fix the time and I will tell others. ഞാൻ അത് മറ്റുള്ളവരോട് പറയാം. I told him to organize the match early in the evening and went to see it following day. I told him. Told means പറഞ്ഞു. Told. I told him to organize the play early in the evening. ഞാൻ എന്ത് ചെയ്തു? ഗയനോട് പറഞ്ഞു, ഒരു വൈകുന്നേരം ആവാൻ നിൽക്കണ്ട, വൈകുന്നേരം നേരത്തെ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഞാനത് കാണാൻ വരാം. I told him to organize the match early in the evening. അല്ലേ? ഈവനിങ്ങിൽ കുറച്ച് നേരത്തെ തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു, അല്ലെ? മാച്ച് സ്റ്റാർട്ട് ചെയ്തു. And I will come. ഞാൻ നാളെ വരാം എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ട് നമ്മുടെ ആര് പോയി? സർക്കാർ പോയി, അല്ലെ? നമ്മുടെ പ്രേംചന്ദ് പോയി. I told him to organize the match early in the evening and went to see it the following day. എന്നിട്ട് എന്ത് ചെയ്തു? പിറ്റേ ദിവസം കളി കാണാൻ വേണ്ടി പോയി. നമ്മുടെ പ്രേംചന്ദ് കളിക്കുന്നില്ല, കളി കാണാൻ വേണ്ടി പോയി. Following day, അടുത്ത ദിവസം. It was a group of about 20 players and included several of my older classmates. It was a group of about 20 players. എത്ര പേരുണ്ടായിരുന്നു കളിക്കാൻ? ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? 20 players. Very good. It was a group of about 20 players. അല്ലേ? 20 പേരടങ്ങുന്ന ഒരു കളിക്കാരുടെ ടീം ആയിരുന്നു അത്. And it included several of my old classmates. അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? Several of my old classmates. പണ്ട് എന്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് ഈ കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. The rest were young men whom I did not know. ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? എനിക്കറിയാത്ത ഒരുപാട് യങ് പ്ലേയേഴ്സ് ആയിരുന്നു, അല്ലെ? ആ 20 പേരില്, ആ 20 പേരിൽ അടങ്ങുന്ന ഗ്രൂപ്പില് ഒരുപാട് പേര് എന്റെ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. പണ്ടത്തെ എന്റെ ഓൾഡ് പ്ലേമേറ്റ്സ് ആയിരുന്നു. നോട്ട് സ്കൂൾ മേറ്റ്സ്, ഓൾഡ് പ്ലേമേറ്റ്സ് ആയിരുന്നു. പണ്ട് എന്റെ കൂടെ കളിക്കാൻ വന്നിരുന്ന ആൾക്കാരായിരുന്നു. ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? എനിക്കറിയാത്ത, അതായത് പ്രേംചന്ദ് വേറെ ഏതോ നാട്ടിലായിരുന്നില്ലേ? എനിക്കറിയാത്ത യങ് ആയിട്ടില്ല, ചെറുപ്പക്കാരായ കുറച്ച് ആൾക്കാരായിരുന്നു. The rest means ബാക്കിയുള്ളത്. The rest were young men whom I did not know. The game began. Game start ചെയ്തു. The game began. ശ്രേയ അനിയത്തിനെ പേടിപ്പിക്കാണല്ലേ? Okay. The game began. Game start ചെയ്തു. I was sitting in my car. ഞാൻ എങ്ങനെയാ കണ്ടത്? I was and I am sitting in my car. അല്ലേ? ഞാൻ എന്റെ കാറിൽ ഇരുന്നു കൊണ്ട് ഗെയിം വാച്ച് ചെയ്യായിരുന്നു. Gaya's performance that day astounded me. Astounded means what? Surprise, wonder. Astound, അത്ഭുതപ്പെടുത്തുക. Astound. Gaya's performance that day astounded me. What a skill, what grace, how his childhood talent has matured. എന്നിട്ട് പറയാണ്, ഗയയുടെ കളി എന്നിട്ട് പറയണേ, Gaya's performance that day astounded me. അന്ന് ഗയ കളിച്ചത് എങ്ങനെയാണ്? സൂപ്പർ ആയിട്ടാണ്, അല്ലേ? Gaya's performance that day astounded me. അന്നത്തെ ഗയയുടെ പെർഫോമൻസ് എന്നെ അത്ഭുതപ്പെടുത്തി. What skill, എന്താ കഴിവ്. What skill, what grace, എന്തൊരു ഗ്രേസ് ആണ്. How his childhood talent has matured. അവന്റെ ചൈൽഡ്ഹുഡ് ടാലന്റ്, അല്ലേ? അവിടെ കുട്ടിക്കാലത്തെ കഴിവ്, ടാലന്റ് എങ്ങനെ ഇത്ര മെച്ചുവേർഡ് ആയി? പണ്ടത്തെ അതേ ഗ്രേസ് ആണ്, പണ്ടത്തെ അതേ സ്കില്ലാണ്, അല്ലേ? നേരത്തെ എന്താ പറഞ്ഞ? നേരത്തെ നമ്മുടെ
പ്രേംചന്ദിന്റെ കൂടെ കളിച്ചപ്പോ എന്താ പറഞ്ഞത്? ഈ അവനെല്ലാം മറന്നുപോയി അല്ലെ, അവനൊന്നും അറിയില്ല, മണ്ടനായി പോയി, വാട്ട് എ ഫൂൾ ഹി ഈസ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ പറയുന്നത്. ഇന്നത്തെ കളി കണ്ടിട്ട് പറയാണ് അല്ലെ. ഹൗ ഹിസ് ചൈൽഡ്ഹുഡ് talent matured, like this. How his childhood talent matured. All his awkwardness of previous day had disappeared. Awkwardness means what? Awkwardness. 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 വേഗം പറയും മീനിങ് എന്താ awkwardness? അറിയില്ലടോ. Sentence വായിച്ചോക്കെ. How his childhood talent had matured. All his awkwardness of previous day had disappeared. അവന്റെ കുറവുകള്, വൈകൃതങ്ങള് അല്ലെങ്കിൽ കുഴപ്പങ്ങള്, അതൊക്കെയാണ് എന്ത്? awkwardness. All his awkwardness of previous day had disappeared. Previous day എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ ഉള്ള ദിവസമാണ് അല്ലെ. All his awkwardness of previous day had disappeared. Disappeared means അപ്രത്യക്ഷമാകുക. അവന്റെ കഴിഞ്ഞ ദിവസത്തെ ഉള്ള കളിക്കുന്നതിലുള്ള വൈഷമ്യം അല്ലെങ്കിൽ വൈകൃതം അല്ലെങ്കിൽ കുഴപ്പങ്ങൾ എന്താ? ഇന്ന് ഡിസപ്പിയർഡ് ആയിരിക്കുന്നു. ഇന്ന് അവന് നന്നായിട്ട് കളിക്കാൻ അറിയാം. ഇന്നലെയോ? Yesterday he was a fool and now all his awkwardness was disappeared. Seeing the way he sent the gully flying through the air like an arrow. Okay, seeing the way he sent the gully flying through the air like an arrow. അവൻ എറിഞ്ഞ ഗുള്ളി എങ്ങനെ പോയത്? എങ്ങനെ പോയത്? It is flying through the air like an arrow. ഒരു ആരോ പോകുന്ന, അവൻ ഗുള്ളി എറിഞ്ഞ സമയത്ത് ഒരു ആരോ എയറിലൂടെ പോകുന്നത് പോലെ അത്രയും സ്പീഡിൽ അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ ഗുള്ളി എറിഞ്ഞത്. നേരത്തെ എന്താ പറഞ്ഞത്? അവന് ഗുള്ളി പിടിക്കാൻ പറ്റിയോ? നോ അല്ലെ. നേരത്തെ അവന് ഗുള്ളി പിടിക്കാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല അല്ലെ. പക്ഷെ ഇന്നെന്താ? എല്ലാം ഡിസപ്പിയർഡ് ആയിരിക്കുന്നു. And he sent the gully flying through the air like an arrow. I realized that had he played with me so expertly that day before, I would definitely have been reduced into tears. എന്ത് പറയാണ്? ഇന്നത്തത് പോലെയാണ് അവൻ ഇന്നലെ എന്റെ കൂടെ കളിച്ചിരുന്നതെങ്കിൽ ഞാൻ കരഞ്ഞിട്ട് തന്നെ പോണ്ടി വരട്ടിയായിരുന്നു അല്ലെ. അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ ഗൈ ഇവിടെ കളിക്കുന്നത്. I realized that had he played with me so expertly the day before, I would definitely have been reduced to tears. ഇത്രയും എക്സ്പെർട്ട് ആയിട്ടാണ് അവൻ ഇന്നലെ കളിച്ചിരുന്നതെങ്കിൽ എന്റെ കാര്യം തീർന്നേനെ. Next paragraph. During the game, one of the young men tried to be a little high-handed. High-handed means tactless, തന്ത്രപരമായ, or inconsiderable. Inconsiderable means consider ചെയ്യാൻ പറ്റാത്തത്. അതായത് tactless, തന്ത്രപരമായിട്ട് കളിക്കുന്നത്. During the game നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, during the game, one of the young men, ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, tried to be little high-handed. അപ്പൊ നമ്മുടെ ഗയനോട് എന്തോ അടിയാക്കാൻ വേണ്ടി വന്നു. There was an argument between him and Gaya. അവർ തമ്മിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി അല്ലെ. ആർഗ്യുമെന്റ് മീൻസ്, ആർഗ്യുമെന്റ് പറഞ്ഞാൽ എന്താ? വാദങ്ങളാണ് അല്ലെ. ആർഗ്യുമെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കാൻ വേണ്ടി തുടങ്ങി. അവർ രണ്ടാളും അവരവരുടെ വാദത്തിന് നിൽക്കുകയാണ്. But such was Gaya's anger and authority, next page, that the youth had to retract his words. എന്താണ്? But such was Gaya's anger and authority. പക്ഷെങ്കിൽ നമ്മുടെ ഗയന്റെ anger means ദേഷ്യം, authority means power. മീനിങ് അറിയില്ല, എഴുതി വെക്കടോ. anger means ദേഷ്യം, authority means power, അധികാരം. ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ നമ്മുടെ ഗയനോട് അടിയാക്കാൻ വേണ്ടി വന്നു. പക്ഷെ ഗയയുടെ ദേഷ്യം, ആ അതോറിറ്റിയും പവറൊക്കെ കണ്ടപ്പോ നമ്മുടെ യൂത്ത് എന്ത് ചെയ്തു? നമ്മുടെ ചെറുപ്പക്കാരനായ മനുഷ്യൻ he retracted his words. അദ്ദേഹത്തിന്റെ വേർഡ്സ് തിരിച്ചെടുത്തു. കാരണം എന്താ? അത്രയും പവർഫുൾ ആണ് നമ്മുടെ ഗയ അല്ലെ. അത്രയും നമ്മുടെ പണ്ടത്തെ ദേഷ്യം അറിയാലോ നമ്മുടെ ഗയന്റെ. ആ ദേഷ്യം അവൻ ഇപ്പോഴും കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. അവരുടെ അതോറിറ്റിയിലും അവരുടെ ദേഷ്യത്തിലും നമ്മുടെ ചെറുപ്പക്കാരൻ പോലും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വേർഡ്സ് തിരിച്ചെടുത്തു. Ashit, can you please turn on your video? What are you doing with your Zoom?
Okay. Next paragraph. Now I knew that Gaya had not played with me the day before. എന്നിട്ട് പറയാണ് now I knew ഇപ്പോൾ എനിക്കറിയാം അല്ലേ now I knew that Gaya had not played with me the day before. എന്താണ് now I knew ഇന്ന് എനിക്കറിയാം knew the past tense of know that Gaya had not played with me the day before. ഇന്നലെ കളിച്ച ഗയ അല്ല ഇന്നല്ലേ Gaya had not played with me the day before. ഈ ഗയ അല്ല എന്റെ കൂടെ ഇന്നലെ കളിച്ചത് അല്ലേ ഇന്നലെ കളിച്ച ഗയക്ക് ഒന്നും അറിയില്ലായിരുന്നു. Okay, he had only pretended to play. ഇന്നലെ അവൻ എന്റെ കൂടെ കളിച്ചിട്ടേ ഇല്ല. He only pretended to play. അവൻ അഭിനയിക്കായിരുന്നു അല്ലേ കളിക്കുന്നത് പോലെ അവൻ അഭിനയിക്കായിരുന്നു അല്ലാതെ അവൻ എന്റെ കൂടെ റിയൽ ആയിട്ട് കളിച്ചിട്ടില്ല. I cheated but he showed no anger. ഞാൻ അവനെ ചതിച്ചു അല്ലേ I cheated him. ഞാൻ അവനെ കളിക്കുന്ന സമയത്ത് ചതിച്ചു. But he showed no anger. പക്ഷെ അവൻ എന്നോട് ദേഷ്യം കാണിച്ചിട്ടില്ല അല്ലേ ശ്രേയ turn on a video. That because he was indulging me, that was because he was indulging me like you indulge a child. Indulge means സന്തോഷിപ്പിക്കുക. Indulge means സന്തോഷിപ്പിക്കുക. That was because he was indulging me like you indulge a child. കാരണം എന്താണ് അവൻ എന്നെ സന്തോഷിപ്പിക്കുകയായിരുന്നു അല്ലേ നമ്മൾ ഒരു കുട്ടീനെ എങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ കളിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു കുഞ്ഞു കുട്ടിയാണ് നമ്മുടെ കൂടെ കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും ആ കുട്ടീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അവനെ വിൻ ചെയ്യാൻ അനുവദിക്കും അല്ലേ അവനെ ജയിപ്പിക്കും നമ്മള് അപ്പൊ അവന്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം നമുക്കും സന്തോഷമല്ലേ അതുമാതിരി ഒരു കുട്ടീനെ വിൻ ചെയ്യാൻ അനുവദിക്കുന്നത് പോലെ നമ്മുടെ ഗൈ എന്ത് ചെയ്തു അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അവനെ വിൻ ചെയ്യാൻ അലൗ ചെയ്തു. I was an officer. ഞാൻ എന്താണ് ഒരു ഓഫീസറാണ്. He was a poor man. അവൻ എന്താണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. He was a poor man. This fact stood between us like a wall. ഇത് നമ്മൾക്കിടയിൽ ഒരു വാൾ പോലെ നിൽക്കാണ്. Wall means മതില് അല്ലെങ്കിൽ ചുമര്. He was a poor man. This fact അല്ലേ ആ ഒരു കാര്യം എപ്പോഴും ഗയയുടെ മനസ്സിലുണ്ടായിരുന്നു. അവനൊരു ഓഫീസറാണ് അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലെ ഞാൻ എന്താണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. This fact stood between us like a wall. ഇതൊരു മതില് പോലെ ഒരു വാള് പോലെ നമ്മൾക്കിടയിൽ നിൽക്കുകയാണ്. Now I could get indulgence from him, politeness from him, but not comradeship. ഇപ്പൊ എനിക്ക് എന്തൊക്കെ അവനിൽ നിന്ന് കിട്ടി? Now I get indulgence, സന്തോഷം കിട്ടി. Politeness means what? Politeness. Polite ആയിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? Polite. പറയേ. Politeness means മര്യാദ വിനീതമായിട്ട് വർത്താനം പറയുന്നതാണ് മര്യാദ polite. എനിക്ക് അവനിൽ നിന്ന് എന്തൊക്കെ കിട്ടി? Now I get indulgences from him. Now I get politeness from him, but not comradeship. പക്ഷെ എന്ത് കിട്ടിയില്ല? ഒരു comradeship അവനിൽ നിന്നും കിട്ടിയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് അവനിൽ നിന്നും കിട്ടിയില്ല. ഒരു സൗഹൃദം അവനിൽ നിന്നും കിട്ടിയില്ല. അവൻ എന്റെ ഫ്രണ്ട് ആണ് പക്ഷെ അവനിൽ നിന്ന് എന്ത് മാത്രമാണ് കിട്ടിയത്? സന്തോഷം കിട്ടിയല്ലേ? അവൻ എന്നെ വിൻ ചെയ്യാൻ അലോ ചെയ്തു. നമ്മൾ ഒരു ഗെയിമിൽ ജയിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് സന്തോഷം കിട്ടും അല്ലേ? Now I get politeness and indulgences from him, but not comradeship. As children we were equals. കുട്ടിയായിരുന്ന സമയത്ത് we were equal. നമ്മൾ എന്താണ് ഈക്വൽ ആയിരുന്നു ഒരുപോലെ ആയിരുന്നു അല്ലേ? But now പക്ഷെ ഇപ്പോൾ I was not match for him. എനിക്ക് അവനുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? I'm an officer and he is only a poor man. Only an object of pity. I was no match for him. Only an object of pity. എന്നിട്ട് നമ്മുടെ ഓഫീസർ പ്രേംചന്ദ് പറയാണ് ഇപ്പൊ നമ്മൾ ഈക്വൽ അല്ല ഞാൻ ഒരിക്കലും അവന് ചേരില്ല. Only an object of pity. ഇപ്പൊ എന്താണ് എനിക്ക് സഹതാപാണ് അല്ലേ? അവൻ എന്നോട് സഹതാപാണ് അല്ലെ? അവന് സഹതാപാണ്. പണ്ട് അവൻ പ്രേംചന്ദിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സഹതാപമുണ്ട്. പിന്നെന്താ ഇപ്പൊ ഞാനൊരു പാവ മനുഷ്യനാണല്ലോ എനിക്ക് പൈസ ഇല്ലല്ലോ അവനൊരു ഉദ്യോഗസ്ഥനാണല്ലോ എന്തുണ്ട് മനസ്സിലൊരു സങ്കടം ഉണ്ടാകാം.
Gaya had grown bigger. നമ്മുടെ പ്രേംചന്ദ് പറയണേ Gaya had grown bigger. Gaya വലിയതായി അല്ലെ, വലിയ മനസ്സിനുടമയായി. I had become smaller. ഞാൻ എന്തായി, പിന്നെയും ഇത്രയും വളർന്നിട്ടും ചെറുതായി. കാരണം എന്താ, പണ്ടത്തെ ഒരു വാശിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഇത്രയും വലുതായിട്ടും ഞാൻ എന്ത് ചെയ്തു, എന്റെ ആ ഒരു ജോലിയുടെ പവറിൽ അല്ലെ, എന്റെ ഒരു സ്റ്റാറ്റസിന്റെ പവറിൽ ഞാൻ അവനെ ടോർച്ചർ ചെയ്തു അല്ലെ, ഞാൻ അവനെ ചീറ്റ് ചെയ്തു. എന്നിട്ട് അവൻ പറയാണ് ഇപ്പൊ ആ ദിവസം വൈകുന്നേരം നമ്മുടെ പ്രേംചന്ദ്ര മനസ്സിലാവാണ് ഗയ ഹാഡ് ഗ്രോൺ ബിഗർ. ഗയ എന്ത് ചെയ്തു, വലിയതായി അല്ലെ, വളർന്നു, അവന്റെ മനസ്സും വലുതായി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഐ ഹാഡ് ബിക്കം സ്മോളർ, ഞാൻ പിന്നെയും ചെറുതാവുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, adapted from the story of Premchand. How is it? How is the story? Is it super? Yes. Okay. Next work. We have not enough time to read this text once more. We have to complete this chapter before our exam. Your exam will start on Monday, next Monday. Okay, tick the most appropriate options. You can tick more than one. Discuss your answer in the class. Tick the most appropriate options. You can tick more than one. Discuss your answer in the class. The writer. Noka, read and write. Can you see this? Can you see this? Okay. We can see 4 options and you can tick more most appropriate options. Appropriate options tick cheyam. You can tick more than one. Onniladhigam options tick cheyam. Discuss your answer in the class. Answer class discuss cheyam. First one, the writer is a small boy who lives in the village. The writer is a small boy who lives in the village. Second one, he remembers his days as a child as he wanders around. Third one, he is the engineer of the district. And fourth one, was very happy with the changes in that village. Yes, third one. Third one is the most appropriate one, most appropriate sentence. Or okay. And next one more thing. One more options you can pick. രണ്ടെണ്ണം ടിക്ക് ചെയ്യാം. ഒന്ന് സി ആണ്, he is the engineer of the district. Tick the third one. C ടിക്ക് ചെയ്യാം മോനെ ഷോൺ ഷാജൻ. Tick the third one, C. Second one, he remembers his days as child as he wanders around. അവൻ അവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്ത് എന്ത് ആലോചിച്ചു, പണ്ട് കളിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചില്ലേ? You can tick that one also. Second one and third one, B and C. B and C. Okay, second one. The writer was looking for his friends because Miss options വായിക്കാം, മക്കൾ പറയണേ. The writer was looking for his friends. Writer അവന്റെ ഫ്രണ്ട്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Because കാരണം he was touring his old village and he wondered how they were. കാരണം അദ്ദേഹം അവന്റെ ഓൾഡ് വില്ലേജ് ടൂർ ചെയ്യാൻ വന്നതാണ്. And wondered how they were. എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ അവൻ വണ്ടർ ചെയ്യാണ് അല്ലെ, അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Second one, B, could not bear to be alone and wanted to talk to them. ഒറ്റക്കായിരുന്നുകൊണ്ട് മറ്റുള്ളവരോട് അവന്റെ ഫ്രണ്ട്സിനോട് വർത്താനം പറയണമായിരുന്നു, അതുകൊണ്ടാണ് അവൻ അവന്റെ ഫ്രണ്ട്സിനെ നോക്കിയത്. Third one, was recalling all the days and wanted to see them. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു, മാത്രമല്ല അവരെ കാണണമായിരുന്നു. D, wanted to play gulli danda with them. അവരുടെ പണ്ടത്തെ ക്ലാസ്മേറ്റിന്റെ കൂടെ ഗുള്ളി ഡണ്ട കളിക്കണമായിരുന്നു, അതുകൊണ്ടാണ് അവൻ അവന്റെ ഫ്രണ്ട്സിനെ തിരഞ്ഞു നടന്നത്. Which is the most appropriate one, Anne Maria, Sean Rajan? Fourth one. Miss, first one. രണ്ടെണ്ണം പറയാം, രണ്ടെണ്ണം. Okay, first one. Take the first one, A. Take the first one, A. He was touring his old village and he wondered how they were.
ഫസ്റ്റ് വൺ അദ്ദേഹത്തിന്റെ ഓൾഡ് വില്ലേജിൽ ടൂർ ചെയ്യാൻ വന്നതല്ലേ? ഓക്കെ, നെക്സ്റ്റ് സി he was recalling old days and wanted to see them. അല്ലേ? അദ്ദേഹത്തിന്റെ ഓൾഡ് ഡേയ്സ് റീകോൾ ചെയ്യാണ്, ഓർമ്മിക്കുകയാണ്. മാത്രമല്ല അവരുടെ ഫ്രണ്ട്സിനെ കാണണമായിരുന്നു. സി, എ ആൻഡ് സി. Okay, take next page number 16. Page number 16. 3. The writer specially remembered Gaya because നമ്മുടെ ഗയനെ സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്നതിന് കാരണം, നമ്മുടെ പ്രേംചന്ദ് ഗയനെ സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്നതിന്റെ കാരണം ഓപ്ഷൻസ് മിസ് വായിക്കാം. ഗയ ഹാഡ് ഹിറ്റ് ഹിം വെൻ ദേ വർ ചിൽഡ്രൻ. കുട്ടികളായിരിക്കുന്ന സമയത്ത് ഗയ അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ബി, ഗയ വാസ് ദ ബെസ്റ്റ് ഗുള്ളി ഡണ്ട പ്ലെയർ ഹി ന്യൂ. ഗയയാണ് ഏറ്റവും നല്ല ഗുള്ളി ഡണ്ട പ്ലെയർ, അവൻ അറിയുന്ന ഏറ്റവും നല്ല ഗുള്ളി ഡണ്ട പ്ലെയർ ആരായിരുന്നു? ഗയയായിരുന്നു. തേർഡ് വൺ, they used to play alone together. അവർ രണ്ടാളും മാത്രമായിരുന്നു കളിക്കുന്നത്, ഗുള്ളി ഡണ്ട കളിക്കുന്നത്. ഡി, ഗയ യൂസ്ഡ് ടു അഡ്മയർ ഹിസ് സ്കിൽ എ ലോട്ട്. ഗയ അവന്റെ സ്കില്ല് ഒരുപാട് അഡ്മയർ ചെയ്തിരുന്നു, ആരാധിച്ചിരുന്നു. അപ്പൊ ഏതാണ് ഇതിൽ ആൻസർ? ഗയനെ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഓർത്തു വെച്ചിരിക്കുന്നത്? ഫസ്റ്റ് വൺ. First one. Second one. B, Gaya was the best gulli danda player he knew. Gaya was the best gulli danda player he knew. That is the answer. Miss, first one and second one. Okay. Gaya had hit him when they were children. Adum okay aanu. You can tick them also. You can tick the A also. And shall we wind up the class? Only remaining 1 minute. And fourth one, take it as your homework. Take it as your homework. WhatsApp idanda. Ningal next class il missine vaaichu kalpichu thanna madi. Okay, bye. See you in the next class. Bye.